വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ 22 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. 11 ചാപ്റ്റേഴ്സ് വരുന്നത് ബോട്ടണിയിൽ നിന്നും 11 ചാപ്റ്റേഴ്സ് വരുന്നത് സുവോളജിയിൽ നിന്നുമാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബയോളജി എന്ന് പറയുന്ന ടേം വന്നിട്ടുള്ളത് 2 ടേംസിൽ നിന്നാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബയോ ആൻഡ് ലോഗോസ്. ഈ 2 പദങ്ങളിൽ നിന്നാണ് ബയോളജി എന്ന വാക്ക് വന്നിട്ടുള്ളത്. ബയോ മീൻസ് ലിവിങ് ആൻഡ് ലോഗോസ് മീൻസ് സ്റ്റഡി. അപ്പോൾ അതൊന്ന് കൂട്ടി വായിക്കാം. ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ബയോളജി. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബ്രാഞ്ചസ് ആണ് ബോട്ടണി ആൻഡ് സുവോളജി. ഓക്കെ, അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ഓർ ലിവിങ് ഓർഗാനിസംസ്. ഒരിക്കൽ കൂടി പറയാം. ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ലിവിങ് തിങ്സ് ഓർ ലിവിങ് ഓർഗാനിസംസ്. അതായത് ജീവനുള്ള ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ബയോളജി. നമുക്ക് അറിയുന്ന കാര്യമാണ് ബയോളജിയുടെ പിതാവ് ആരായിരുന്നു? ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ ആയിരുന്നു. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ദെൻ ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. അത് മാറിപ്പോവാതെ പഠിക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരിക്കൽ കൂടി പറയാം. ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിൽ. ദെൻ ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്. ഈ ഒരു കാര്യം മാറിപ്പോവാതെ പഠിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടത് ചോദിക്കാറുണ്ട്. ബോട്ടണി സുവോളജി ക്ലാസ്സുകൾ വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റുകയാണ്. അല്ലേ, ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ മീനിങ് ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റുക. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു ഗ്രൂപ്പ്സ്. അതായത് ഇതൊരു സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിസംസിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിട്ട് അറേഞ്ച് ചെയ്യാം. അതിനെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ദി സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു ഗ്രൂപ്പ്സ്. അതായത് ചില ഡിസിമിലാരിറ്റികളുടെയും സിമിലാരിറ്റികളുടെയും, അതായത് സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുക, വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതിനെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഴുവൻ ഓർഗാനിസംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓർഗാനിസംസിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. അല്ലേ, ഒരുപോലെയുള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ പല ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ പല ഗ്രൂപ്പുകളിലായിട്ട് അറേഞ്ച് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേമും കൂടി പഠിക്കാനുണ്ട്, ടാക്സോണമി. എന്താണ് ടാക്സോണമി? ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ടാക്സോണമി. ഓക്കെ, അതായത് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ടാക്സോണമി. ഓക്കെ, ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ടാക്സോണമി. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ചോദിക്കാറുണ്ട് എക്സാമിന്. ഫാദർ ഓഫ് ടാക്സോണമി ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കരോളസ് ലിനേയസ് ഓർ കാൾ ലിനേയസ്.
അല്ലേ? കാൾ ലിനേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. അപ്പോൾ ടാക്സോണമി എന്താന്ന് പറഞ്ഞു, ടാക്സോണമിയുടെ ഫാദർ ആരാന്നും പറഞ്ഞു. ഒരിക്കൽ കൂടി പറയാം. ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫാദർ ഓഫ് ടാക്സോണമി കാൾ ലിനേയസ് ഓർ കരോളസ് ലിനേയസ്. The next is early system of classification. Next topic is early system of classification. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, അതായത് ഓർഗാനിസംസിനെ പല രീതിയിൽ പല സയന്റിസ്റ്റും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യമായി ചെയ്ത സയന്റിസ്റ്റ് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയാണ് ഇതിൽ പരിഗണിച്ചത്, എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏർലി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഏറ്റവും ആദ്യം ഈ ഒരു ഓർഗാനിസംസിനെ പല ഗ്രൂപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ട് നടത്തിയ സയന്റിസ്റ്റ് അരിസ്റ്റോട്ടിലാണ്. ആൻഡ് ഹി ക്ലാസിഫൈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് അരിസ്റ്റോട്ടില് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഒരു ഓർഗാനിസത്തെ കാണുമ്പോൾ അതിൻ്റെ പുറമേ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ആ ഒരു പുറമേ ഉള്ള ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസിന്റെയും സിമിലാരിറ്റിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അരിസ്റ്റോട്ടിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അരിസ്റ്റോട്ടിലാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ട് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത്, അതായത് ഓർഗാനിസംസിനെ ഗ്രൂപ്പുകളിലായിട്ട് മാറ്റിയത് ഏതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓർ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്. എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഗാനിസംസിനെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ദെൻ പ്ലാന്റ്സിനെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റ്സിനെ ആദ്യം 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് ആ 3 ഗ്രൂപ്പ്സ് നോക്കാം. ഹെർബ്സ്, ഷർബ്സ് ആൻഡ് ട്രീസ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വളരെ ചെറിയ ചെടികളായിരിക്കും. അതായത് ഗ്രാസ് ഒക്കെ അതിലാണ് വരിക, ഹെർബ്സിലാണ് വരിക. ദെൻ നെക്സ്റ്റ് ഈസ് ഷ്രബ്സ്. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കുറ്റി ചെടികൾ എന്നൊക്കെ പറയും അല്ലേ, കുറച്ചുകൂടി ഹൈറ്റിൽ വരുന്ന ചെടികളാണ് ഷ്രബ്സ്. ദെൻ ട്രീസ്. ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ വളർന്ന് വലുതാവുന്ന ചെടികളെയാണ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെ അരിസ്റ്റോട്ടിൽ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ദെൻ ആനിമൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. ആനിമൽസിനെ അരിസ്റ്റോട്ടിൽ 2 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതായത് റെഡ് ബ്ലഡഡ് ആനിമൽസും നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസും. അതായത് ചുവന്ന രക്തമുള്ള ഓർഗാനിസംസിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി, അല്ലാതെ ഈ ഒരു റെഡ് കളർ അല്ലാത്ത ബ്ലഡും ഉണ്ട് അല്ലേ. അതായത് ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് രക്തത്തിന് ചുവന്ന നിറം ലഭിക്കുന്നത്. ചില ഓർഗാനിസംസിൽ ഹീമോഗ്ലോബിൻ ആബ്സെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബ്ലഡിൻ്റെ കളറ് റെഡ് ആവണം എന്നില്ല. ഓക്കെ, അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കോക്രോച്ച്, കൂറ. അതിൻ്റെ ബ്ലഡിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളർ അല്ല ഉള്ളത്, ഹീമോഗ്ലോബിൻ ആബ്സെന്റ് ആണ്. അപ്പോൾ ചുവന്ന രക്തമുള്ള ഓർഗാനിസംസിനെ മുഴുവൻ ഒരു ഗ്രൂപ്പാക്കിയിട്ട് മാറ്റി, ചുവന്ന രക്തമല്ലാത്ത ഓർഗാനിസംസിനെ മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറ്റി. ആ ഒരു രീതിയിലാണ് ആനിമൽസിനെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത്. അടുത്തതായിട്ട് പറയുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്, ഓർ കരോളസ് ലിനേയസ്. അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഓർഗാനിസംസിനെയും 2 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ് ഇത് ചെയ്തത് കാൾ ലിനേയസ് ആണ്. അപ്പോൾ 2 കിങ്ഡം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം പ്ലാന്റി. കിങ്ഡം പ്ലാന്റി എന്ന് പറയുമ്പോൾ അതിനെ എന്തുകൂടി പറയും? പ്ലാന്റ് കിങ്ഡം എന്നുകൂടി പറയും. ദ നെക്സ്റ്റ് വൺ ഈസ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽ കിങ്ഡം ആണ്. അതായത് മുഴുവൻ ഓർഗാനിസംസിനെയും ലിനേയസ് എന്ത് ചെയ്തു? 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റ്സിനെ എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് പറഞ്ഞു, മുഴുവൻ ആനിമൽസിനെയും മറ്റൊരു ഗ്രൂപ്പായിട്ട് പറഞ്ഞു. ഇതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ധാരാളം ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് ആണ്. അതായത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ചില പോരായ്മകളാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതെന്ന് നോക്കാം. Disadvantages of two kingdom classification. It includes this system did not distinguish prokaryotes and eukaryotes. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ ആകെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത് പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും ആ ഒരു രീതിയിൽ മാത്രമാണ് ഇവിടെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. എന്ത് ചെയ്തില്ല? പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് പ്രോകാരിയോട്സ്, എന്താണ് യൂകാരിയോട്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. അതായത് ചില ഓർഗാനിസംസിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അഥവാ മർമ്മം ഉണ്ടാവില്ല. അത്തരം ഓർഗാനിസംസിനെയാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയുടെ കേസിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അഥവാ മർമ്മം ഇല്ല. Then next is eukaryotes. Eukaryotes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസിനെയാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. അതായത് വ്യക്തമായ മർമ്മം അല്ലെങ്കിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ് യൂകാരിയോട്സ്. ഇതിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ്, ആനിമൽസ്, ദെൻ ഫംഗൈ എക്സെട്ര. ഇതിലൊക്കെ എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഒരിക്കൽ കൂടി പറയാം. ഈ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ പോരായ്മകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ദി പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അതായത് പ്രൊകാരിയോട്ടുകളെയും യൂകാരിയോട്ടുകളെയും വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതായത് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകകോശ ജീവികളാണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുകോശ ജീവികളാണ്. ഒരിക്കൽ കൂടി പറയാം, യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസ് ആണ്. ദെൻ മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം സെൽസ് അല്ലെങ്കിൽ ഒന്നിലധികം കോശങ്ങൾ ഉള്ള ഓർഗാനിസംസ് ആണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഒരിക്കൽ കൂടി പറയാം. ഈ ഒരു സിസ്റ്റത്തില് ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും ക്ലാസിഫൈ ചെയ്തില്ല. The system did not distinguish unicellular and multicellular organisms. Then next point, this system did not distinguish photosynthetic and non-photosynthetic plants. അതായത് ഫോട്ടോസിന്തറ്റിക് അതുപോലെ തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക്. എന്താണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണമാണ്. ഓക്കെ, അതായത് പ്ലാന്റ്സിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്ലാന്റ്സ് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്, ചിലത് ഫോട്ടോസിന്തറ്റിക് അല്ലാത്തവയുമുണ്ട്. അതിനെ തമ്മിൽ ക്ലാസിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ദെൻ പ്ലാന്റ് കിങ്ഡം കണ്ടെയ്ൻസ് ബാക്ടീരിയ, ഫംഗൈ, ബ്ലൂ ഗ്രീൻ ആൽഗെ എക്സെട്ര. അതായത് പ്ലാന്റ് കിങ്ഡത്തിലാണ് ആരെയൊക്കെ ഉൾപ്പെടുത്തിയത്? ബാക്ടീരിയകളെയും ഫംഗസുകളെയും ബ്ലൂ ഗ്രീൻ ആൽഗകളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചത്. അത് മറ്റൊരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അതായത് പ്ലാന്റ് കിങ്ഡത്തിലാണ് ബാക്ടീരിയകളും ഫംഗസും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗയും ഒക്കെ വന്നത്. അത് മറ്റൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് നോക്കാം. ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എയ്തർ ഓഫ് ദ കാറ്റഗറീസ്. അതായത് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തു അല്ലേ? പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരുപാട് ഓർഗാനിസംസ് ഈ രണ്ട് ഗ്രൂപ്പിലും വരാത്തവ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയുമാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് പഠിക്കുക. ഒരിക്കൽ കൂടി പറയാം. ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. Then plant kingdom contains bacteria, fungi, blue green algae, etc. Then last point,
large number of organisms did not fall into either of the categories. അതായത് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ ധാരാളം ഓർഗാനിസംസ് ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ധാരാളം ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ഇത്രയുമാണ് ഈ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് മുഴുവൻ ഓർഗാനിസംസിനെയും 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് മുഴുവൻ ഓർഗാനിസംസിനെയും 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ആരാണ് ചെയ്തതെന്ന് നോക്കാം. R.H. വിറ്റേക്കർ. R.H. വിറ്റേക്കർ ആണ് ഓർഗാനിസംസിനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ഇൻ 1969. അതായത് 1969 ഇങ്ങനെ ഓർഗാനിസംസിനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാന്ന് ചോദിക്കാറുണ്ട്. അതായത് ഹൂ പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആൻസർ R.H. വിറ്റേക്കർ. R.H. വിറ്റേക്കർ ആണ് ഇങ്ങനെ ഓർഗാനിസംസിനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ് 5 കിങ്ഡംസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം മൊനേറ, ദെൻ നെക്സ്റ്റ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയേ. അപ്പോൾ ആദ്യം അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ? പ്ലാന്റ്സിനെ ഒരു ഗ്രൂപ്പാക്കി, ആനിമൽസിനെ മറ്റൊരു കിങ്ഡമാക്കി. ഇവിടെ R.H. വിറ്റാക്കർ ചെയ്തത് 5 കിങ്ഡമായിട്ടാണ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം മൊനേറ, ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയേ. അപ്പോൾ ഇങ്ങനെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഗാനിസംസിനെ ഇങ്ങനെ ഓരോ കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടി R.H. വിറ്റേക്കർ കൺസിഡർ ചെയ്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടേബുലാർ കോളത്തിൽ ആദ്യത്തെ കോളത്തിൽ എഴുതിയിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു 5 കിങ്ഡമായിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനായിട്ട് R.H. വിറ്റാക്കർ കൺസിഡർ ചെയ്ത ക്യാരക്ടേഴ്സ് ആണ് ആദ്യത്തെ കോളത്തിൽ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൽ ടൈപ്പ്, അതായത് ഏത് ടൈപ്പ് സെല്ലാണെന്നുള്ളതാണ് ആദ്യത്തെ ക്യാരക്ടർ. ദെൻ സെൽ വാൾ, കോശഭിത്തി. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഓർഗാനിസംസിൽ സെല്ല് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? അതായത് ബാക്ടീരിയ, ചെറിയ ചെറിയ ജീവികളിൽ സെൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഒന്നും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതായത് കോശങ്ങൾ കൂടിച്ചേർന്ന് കലകൾ ഫോം ചെയ്യുന്നു എന്ന് നമുക്കറിയാം അല്ലേ? കോശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാവുന്നത്. എന്നാൽ ബോഡി ഓർഗനൈസേഷൻ പറയുമ്പോൾ ചില ഓർഗാനിസംസിൽ കോശങ്ങൾ മാത്രമേ കാണുള്ളൂ. ഓക്കെ, എന്നാൽ അതിൻ്റെ അത്തരം ഓർഗാനിസംസിനെ നമുക്ക് എന്ത് പറയാം? സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയാം, ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. അതായത് ചില ഓർഗാനിസംസിൽ സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് കോശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ നമുക്ക് എന്ത് പറയാം? സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയാം. ഓക്കെ, ചില ഓർഗാനിസംസിൽ ഈ സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും, അതായത് കോശങ്ങൾ കൂടി ചേർന്ന് കലകളായിട്ട് ഫോം ചെയ്യും. അത്തരം ഓർഗനൈസേഷൻ നമുക്ക് എന്ത് പറയാം? ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ. ഇവിടെ എഴുതുന്നുണ്ട് സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ പറഞ്ഞു, അതിൽ സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ പറഞ്ഞു അല്ലേ? അതിലെന്താ ഉണ്ടായിരിക്കുക? സെൽസ് കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് ഒന്നുകൂടി ഉയർന്ന ജീവികളിൽ വരുമ്പോൾ ടിഷ്യൂസ് ആയിട്ട് കാണും. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർഗാൻസ് ഫോം ചെയ്യുക, അതായത് ഈ ടിഷ്യൂസ് ഒക്കെ കൂടി ചേർന്നിട്ട് ഓർഗാൻസ് ഫോം ചെയ്യുക. അതായത് നമുക്കറിയാം ചെറിയ ചെറിയ ജീവികളിലൊന്നും ഓർഗാൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ കോശങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ശരീരത്തിലെ പല ഫങ്ഷൻസും ചെയ്യുന്നത്. എന്നാൽ ഒന്നുകൂടി ഉയർന്ന ജീവികളിലേക്ക് വരുമ്പോൾ അവിടെ പല ധർമ്മങ്ങളും ചെയ്യാൻ ഓർഗാൻസ് അല്ലെങ്കിൽ പ്രത്യേകം അവയവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഓർഗനൈസേഷനെയാണ്
ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ഓർഗാൻ സിസ്റ്റം. ഓർഗാൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ ഓർഗാൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വ്യത്യസ്ത ഓർഗനുകൾ കൂടി ചേർന്നിട്ട് ഓർഗാൻ സിസ്റ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്, നമ്മുടെ കേസിലൊക്കെ മനുഷ്യന്മാരുടെ ഒക്കെ കേസിൽ എങ്ങനെയാണ് ഓർഗാൻ സിസ്റ്റം ഉണ്ട് അല്ലേ? നമുക്കറിയാം, നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലേ, അതായത് നമുക്ക് ശ്വസന വ്യവസ്ഥകളുണ്ട് അല്ലേ, അതായത് ഒരൊറ്റ ഓർഗാൻ മാത്രമല്ല അവിടെ വരുന്നത്, അതിൻ്റെ ഫങ്ഷൻ ശ്വസനം എന്ന് പറയുന്ന കാര്യം നടക്കാനായിട്ട് പല ഓർഗാൻസും കൂടി ചേർന്നിട്ടാണ് ശ്വസന വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉയർന്ന ജീവികളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ എന്തുണ്ടായിരിക്കും? ഓർഗാൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 4 ലെവൽസ് ആണ് വരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സുവോളജിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത്. 4 ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഏതായിരുന്നു? സെല്ലുലാർ ലെവല്, അതിൽ കോശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് പറഞ്ഞത് ടിഷ്യൂ ലെവലാണ്, അതിൽ കോശങ്ങൾ കൂടി ചേർന്നിട്ട് കലകൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഒന്നുകൂടി ഉയർന്ന തട്ടിലുള്ള ജീവികളാണെങ്കിൽ അതിൽ എന്ത് കാണും? ഓർഗാൻസ് കാണും. അതായത് വ്യത്യസ്ത ടിഷ്യൂകൾ കൂടി ചേർന്നിട്ട് ഓർഗാൻ ഫോം ചെയ്തിട്ടുണ്ടാവും, വ്യത്യസ്ത അവയവങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓരോ ധർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഓരോ ഓർഗാൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതാണ് ഓർഗാൻ സിസ്റ്റം ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാൻ സിസ്റ്റം. ഓർഗാൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥകൾ, അതായത് അവയവ വ്യവസ്ഥകൾ ഫോം ചെയ്യാം. അതായത് ഒരൊറ്റ ഓർഗാൻ മാത്രമല്ല, ഒരു ഫങ്ഷൻ ചെയ്യാനായിട്ട് പല ഓർഗാൻസും കണക്ട് ചെയ്ത് വരിക. ഓക്കെ, അതിനെയാണ് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ, നമുക്കറിയാം ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് ഓർഗാൻസ് അതിൽ വരുന്നുണ്ട് അല്ലേ? നമ്മുടെ വായയിലൂടെ ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് ബാക്കി ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എല്ലാം കഴിയുമ്പോഴേക്കും ഒരുപാട് ഭാഗങ്ങളിലൂടെ ഈ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് പോകുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് ലാസ്റ്റ് ഏറ്റവും അവസാനം ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓർഗാൻസ് അതിൽ വരുന്നുണ്ട്. ഇതിനെയാണ് ഓർഗാൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ലാസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് RH വിറ്റോഗ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ഓരോ ക്യാരക്ടേഴ്സും 5 കിങ്ഡത്തിലും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ 5 കിങ്ഡം ആണ്. ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനേറ, ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ അല്ലേ? 5 കിങ്ഡം ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ക്യാരക്ടേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്യാരക്ടർ സെൽ ടൈപ്പ് ആണ്. ഓക്കെ, സെൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ മൊനേറയിൽ എങ്ങനത്തെ സെല്ലാ വരുന്നത്? പ്രോകാരിയോട്ടിക് സെല്ലാണ് അല്ലേ? പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തായിരുന്നു പ്രോകാരിയോട്ടിക് സെല്ല്? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് ആണ് അല്ലേ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കോശത്തിനകത്ത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മർമ്മം ഇല്ലെങ്കിൽ അതിനെയാണ് പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മൊനേറയിൽ സെൽ ടൈപ്പ് ഏതാ വരുന്നത്? പ്രോകാരിയോട്ടിക് ആണ് വരുന്നത്. ദെൻ പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ഏതാ? യൂക്കാരിയോട്ടിക് ആണ്. ഫഞ്ചയിലും യൂക്കാരിയോട്ടിക് ആണ്. പ്ലാന്റ്, അനിമേലിയ. അപ്പൊ ഇതിലെല്ലാം വരുന്നത് യൂക്കാരിയോട്ടിക് സെൽ ടൈപ്പ് ആണ്. ഒരിക്കൽ കൂടി പറയാം, സെൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊനേറയിൽ മാത്രമാണ് പ്രോകാരിയോട്ടിക് വരുന്നത്, ബാക്കിയെല്ലാം എന്താണ്? യൂക്കാരിയോട്ടിക് സെൽ ടൈപ്പ് ആണ്. ഓക്കെ, അടുത്ത ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. സെൽ വാൾ, കോശഭിത്തി. ഓക്കെ, അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. മൊനേറയിൽ വരുന്നത് എങ്ങനെയായിരുന്നു? നോൺ സെല്ലുലോസിക് ആണ്. അതായത് പല ഓർഗാനിസംസിലും കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുലോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഓക്കെ, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കോശഭിത്തിയാണ് പല ഓർഗാനിസംസിലും കാണുന്നത്. എന്നാൽ ഇവിടെ മൊനേറയിൽ കാണുന്നത് എന്താണ്? നോൺ സെല്ലുലോസിക് ആണ്. അതായത് സെല്ലുലോസ് ഒന്നുമല്ല. പിന്നെ എന്താ അവിടെ ഉള്ളത്? പോളിസാക്രൈഡും അമിനോ ആസിഡും. മൊനേറയിൽ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് പോളിസാക്രൈഡുകളും അമിനോ ആസിഡുകളും കൂടി ചേർത്തിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തത് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയിൽ എങ്ങനെയാണ് സെൽ വാൾ നോക്കാം.
ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സം. അതായത് പ്രോട്ടിസ്റ്റയില് സെൽ വാള് ചില ഓർഗാനിസത്തിൽ മാത്രമേ കാണുള്ളൂ. അതായത് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തില് ചില ഓർഗാനിസംസിൽ മാത്രമാണ് സെൽ വാള് കാണുന്നത്. നെക്സ്റ്റ് ഈസ് ഫംജി. ഫംജയിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇറ്റ് ഈസ് പ്രസന്റ് ബട്ട് ഇറ്റ് ഈസ് നോൺ സെല്ലുലോസിക്. അതായത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതല്ലാത്ത സെൽവോൾ ആണ് ഇതിൽ കാണുന്നത്, ഫംജയിൽ കാണുന്നത്. ദെൻ പ്ലാന്റയിൽ ആണെങ്കിൽ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെൽവോൾ ആണ് കാണുന്നത്. ആനിമൽസിൽ, അതായത് ആനിമൽ കിങ്ഡത്തിൽ എന്തില്ല, സെൽവോള് ഇല്ല. അതായത് സെൽവോൾ ആബ്സെന്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടർ നമ്മൾ ഏതാ പറഞ്ഞത്, സെൽവോൾ ആണ് പറഞ്ഞത്. ഇവിടെ മൊനേറയിലാണെങ്കിൽ നോൺ സെല്ലുലോസിക് ആണ്, നിർമ്മിച്ചിട്ടുള്ളത് പോളിസാക്രൈഡ് കൊണ്ടോ അമിനോ ആസിഡ് കൊണ്ടോ ആണ്. ഓക്കെ, അവിടെ സെല്ലുലോസ് കൊണ്ടല്ല കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തത് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയില് ചില പ്രോട്ടിസ്റ്റുകളിൽ മാത്രമാണ് സെൽവോൾ ഉള്ളത്. ദെൻ ഫംജയിലാണെങ്കിലോ സെൽവോൾ പ്രസന്റ് ആണ്, എന്നാൽ അത് സെല്ലുലോസിക് ആയിട്ടുള്ള സെൽവോൾ അല്ല. പ്ലാന്റയിലാണെങ്കിൽ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെൽവോൾ പ്രസന്റ് ആണ്. അനിമേലിയയിലാണെങ്കിലോ സെൽവോൾ അഥവാ കോശഭിത്തി ആബ്സെന്റ് ആണ്. ഓക്കെ, നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത്. നിങ്ങൾ സെല്ലിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആനിമൽസിൽ എന്തില്ല, സെൽവോൾ ഇല്ല. ദെൻ അടുത്ത ക്യാരക്ടർ നോക്കാം, ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആദ്യത്തെ മൊനേറ എന്ന് പറയുന്ന കിങ്ഡത്തില് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ബാക്കി എല്ലാ കിങ്ഡത്തിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അത് കൂടുതലായിട്ട് പറയാത്തത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ഓർഗനൈസേഷൻ അല്ലേ, 4 ടൈപ്പ് വരുന്നുണ്ട്. സെല്ല് മാത്രമുള്ള ജീവികളുണ്ട്, സെല്ല് കൂടി ചേർന്ന കോശങ്ങളുള്ള ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ, അതിന് നമ്മൾ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. ചില ഓർഗാനിസംസിൽ ഓർഗാൻസ് ആയിട്ട് തന്നെ ഉണ്ട്, അവയവങ്ങൾ തന്നെ ഉണ്ട് ഓരോ ധർമ്മങ്ങൾ ചെയ്യാൻ. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. എന്നാൽ ചില ഓർഗാനിസംസിൽ ഓർഗാൻസ് കൂടി ചേർന്ന ഓർഗാൻ സിസ്റ്റം ഉണ്ട്, അതിന് നമ്മൾ ഓർഗാൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബോഡി ഓർഗനൈസേഷൻ നോക്കാം. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 കിങ്ഡത്തിലും എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് മൊനേറയിൽ എങ്ങനെയാ നോക്കാം, സെല്ലുലാർ ആണ്, സെൽസ് മാത്രമേ ഉള്ളൂ, അവിടെ കോശങ്ങളോ അതുപോലെ തന്നെ അവയവങ്ങളോ ഒന്നുമില്ല. ദെൻ അടുത്തത് പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റയിലും എന്താണുള്ളത്, സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്, അവിടെ എന്തില്ല, കോശങ്ങളില്ല, അവയവങ്ങളൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് ഈസ് ഫംജി. ഫംജയിൽ വരുന്നത് മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യൂ, അതായത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്, ഒരുപാട് സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ അത് ചിലതൊക്കെ ടിഷ്യൂസ് ആയിട്ട് ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലാന്റി. പ്ലാന്റിയിൽ ടിഷ്യൂ ഉണ്ട്, ഓർഗനും ഉണ്ട് അല്ലെ. അതായത് പ്ലാന്റ്സിന്റെ കേസിൽ ടിഷ്യൂ ഉണ്ട്, നമുക്കറിയാം, കോശങ്ങൾ കൂടി ചേർന്നിട്ട് കലകൾ ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർഗാൻസും ഉണ്ട്. എന്നാൽ ആനിമൽസിൽ വരുമ്പോൾ എന്താണുള്ളത്, ടിഷ്യൂ ഉണ്ട്, ഓർഗാനും ഉണ്ട്, ഓർഗാൻ സിസ്റ്റം ഉണ്ട്. ഒരിക്കൽ കൂടി പറയാം, പ്ലാന്റ്സിലാണെങ്കിൽ ടിഷ്യൂ ഉണ്ട്, ഓർഗാൻ ഉണ്ട് അല്ലെ, വ്യത്യസ്ത കലകൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, ഓർഗനും ഉണ്ടായിരിക്കും. എന്നാൽ ആനിമൽസിന്റെ കേസിൽ എന്താ ഉള്ളത്, ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗാൻ സിസ്റ്റം ഉണ്ട് അല്ലെ. നമ്മുടെ കേസിലൊക്കെ ഓർഗാൻ സിസ്റ്റം വരെ, അതായത് ചെറിയ ചെറിയ ജീവികളിലാവുമ്പോൾ സെൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ജീവികളിൽ ഓർഗാൻ സിസ്റ്റം വരെ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ മോഡ് ഓഫ് ന്യൂട്രീഷൻ. എങ്ങനെയാണ് ഇതിന്റെ ന്യൂട്രീഷൻ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊനേറയിൽ എങ്ങനെയാന്ന് നോക്കാം. ദേ ആർ ഓട്ടോട്രോപിക് ആൻഡ് ഹെറ്ററോട്രോപിക്. എന്താണ് ഈ ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ഓട്ടോട്രോപിക്? ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഓർഗാനിസംസിനെയാണ് ഓട്ടോട്രോപിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ അങ്ങനെയാണ് അല്ലെ, സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യും, അതിനെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അതിന് സ്വന്തമായിട്ട് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല, മറ്റൊരു ഓർഗാനിസത്തിനെയാണ് അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിനെയാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷന്റെ അടിസ്ഥാനത്തിലും ഇവിടെ ഡിവിഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാ നോക്കാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ
മൊനേറയിൽ കാണുന്നത് ഈ രണ്ട് ടൈപ്പും കാണുന്നുണ്ട്. അതായത് കിങ്ഡം മൊനേറയിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാവില്ലേ, അതിൽ ചില ഓർഗാനിസംസ് എന്താ കാണിക്കുന്നത്, ഓട്ടോട്രോപ്സ് ആണ്. അവയ്ക്ക് സ്വയം ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ കിങ്ഡം മൊനേറയിൽ ചില ഓർഗാനിസംസിന് സ്വയം ഭക്ഷണം നിർമ്മിക്കാനുള്ള കഴിവില്ല. അത് മറ്റു ഓർഗാനിസംസിനൊക്കെയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ഓർഗാനിസംസും എവിടെ വരുന്നുണ്ട്, മൊനേറയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയുടെ കേസിലും ഓട്ടോട്രോപ്സും കാണുന്നുണ്ട്, ഹെറ്ററോട്രോപ്സും കാണുന്നുണ്ട്. അതായത് പ്രോട്ടിസ്റ്റയിൽ ഒരുപാട് ഓർഗാനിസംസ് വരും. അതിൽ ചിലത് ഫുഡ് ഉണ്ടാക്കുന്ന വേണ്ട, അതിനെ ഓട്ടോട്രോപിക് എന്ന് പറയും. എന്നാൽ ചിലത് ഭക്ഷണത്തിന് വേണ്ടി മറ്റു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവയുണ്ട്, അതിനെ ഹെറ്ററോട്രോപ്സ് എന്ന് പറയും. തേർഡ് വൺ ഈസ് ഫംജൈ. ദേ ആർ ഹെറ്ററോട്രോപിക്. ഫംഗസുകൾക്ക് സ്വയം ആഹാരം ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഓക്കെ, അത് മറ്റു ഓർഗാനിസംസിനെയാണ് ഭക്ഷണത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. ദെൻ ആനിമൽസ് എന്താണ്, ആനിമൽസ് സ്വയം ആഹാരം ഉണ്ടാക്കുന്നുണ്ടോ, ഇല്ല അല്ലേ. നമ്മൾ വേറെ ഓർഗാനിസംസിനെയാണ് ഈ ഒരു ഭക്ഷണത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആനിമൽസ് എന്താണ്, ഹെറ്ററോട്രോപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.